ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ബീഫ് സ്റ്റൂ ആണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണണ്ടേ? വരൂ, കിച്ചണിലേക്ക് പോവാം. ബീഫ് സ്റ്റൂവിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബീഫ് 1 kg, സവാള വലുത് 1 ചെറിയ ഉള്ളി 10 രണ്ടായി മുറിച്ചത്, ഇഞ്ചി 1 കഷ്ണം നീളത്തിൽ അരിഞ്ഞത്, പച്ചമുളക് 6 രണ്ടായി പിളർന്നത്, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, റവ 1 ടേബിൾ സ്പൂൺ, തേങ്ങാപ്പാൽ 1 കപ്പ്, ഏലക്ക പൊടിച്ചത് 5, ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തോല് കളഞ്ഞ് ചതുരത്തിൽ മുറിച്ച് വയ്ക്കുക, ക്യാരറ്റ് പുഴുങ്ങിയത് 1 ചെറുതായി നുറുക്കിയത്, തക്കാളി 1 4ആക്കി മുറിച്ചത്, ഉപ്പ് 1.5 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്. പാചകം ചെയ്യുന്ന വിധം: ബീഫ്, മഞ്ഞൾപ്പൊടി, 1 നാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് വൃത്തിയായി കഴുകി കുക്കറിൽ ഇടുക. ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി 7 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം കുക്കറിൽ നിന്ന് ബൗളിലേക്ക് മാറ്റിവെക്കുക. കുക്കർ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. തേങ്ങാപ്പാലിലാണ് ഈ ഡിഷ് ചെയ്യുന്നത് കൊണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതായിരിക്കും ഉത്തമം. കറിക്ക് രുചി കൂടുതൽ തോന്നിക്കാനും ഇതാണ് നല്ലത്. കുക്കറിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റുക. 1/2 മിനിറ്റ് വഴന്നതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ട് വഴറ്റുക. ഇഞ്ചിയും കൂടി ഇട്ട് വഴറ്റി കുറച്ചു നേരം കഴിഞ്ഞ് വെളുത്തുള്ളി കൂടി ഇട്ട് വീണ്ടും വഴറ്റുക. പച്ചമുളകും ഇട്ട് വഴറ്റിയതിന് ശേഷം മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് യോജിപ്പിച്ച് പച്ചമണം മാറുന്നത് വരെ മൂപ്പിക്കുക. കറിവേപ്പില കൂടിയിട്ട് ഇളക്കി വെള്ളം ഒഴിക്കുന്നതിന് പകരം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ ചാറ് കുറച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 തക്കാളി 4ആക്കി മുറിച്ചതും കൂടിയിട്ട് ഒന്നുകൂടി നന്നായി വഴറ്റുക. ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടിയിട്ട് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇറച്ചി വേവിച്ച് വെച്ചിരിക്കുന്നതും കൂടിയിട്ട് യോജിപ്പിക്കാവുന്നതാണ്. 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് ചൂടായതിന് ശേഷം കറിവേപ്പിലയിട്ട് വാങ്ങി വയ്ക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ബീഫ് സ്റ്റൂ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളും ട്രൈ ചെയ്യുവിൻ. കമൻറ്റ്സ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി തിരിച്ചു വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. ടാറ്റ, ബൈ ബൈ, സീ യു. നമ്മൾ ഇന്നിവിടെ ചെയ്ത് സോറി